പണ്ടൊക്കെ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എതിരാളികളെ തല്ലിച്ചതച്ചിരുന്ന തൃണമൂലുകാർക്ക് ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ലഭിക്കുകയാണ്. അതും ഒടുക്കത്തെ തിരിച്ചടി. കർമ്മഫലം എന്നൊക്കെ പറയില്ലേ, അത് ഇതാണ്. ബംഗാളിൽ കാറ്റ് പൂർണ്ണമായും മാറി വീശുമ്പോൾ കണക്ക് തീർക്കലിന്റെ സമയമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. 206 സീറ്റുകളുടെ വമ്പൻ തിളക്കത്തിൽ BJP ബംഗാളിൽ ചരിത്ര വിജയം നേടിയതോടെ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ കീഴ്മേൽ മറഞ്ഞു എന്ന് തന്നെ പറയാം. മമതാ ബാനർജിയുടെ കാളിഘട്ടിലെ വസതിയിലുണ്ടായിരുന്ന സുരക്ഷ വെട്ടിക്കുറച്ചു. അവിടുത്തെ വലിയ ഓട്ടോമേറ്റഡ് ഗേറ്റുകൾ വരെ എടുത്തു മാറ്റി നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. കാറ് വരുമ്പോൾ തനിയെ തുറന്നു വരുന്ന ഗേറ്റൊന്നും ഇനി മമതാ ചേച്ചിക്ക് വേണ്ട, വേണമെങ്കിൽ ഇറങ്ങി ഒന്ന് ഗേറ്റ് തുറക്കട്ടെ എന്നാണ് BJP സർക്കാരിന്റെ തീരുമാനം. എന്നാൽ ഭരണസ്ഥിര കേന്ദ്രമായിട്ടുള്ള നബന്നയിലും മമതയുടെയും ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെയും വസതികൾക്ക് ചുറ്റും കേന്ദ്ര പാരാമിലിറ്ററി സേനയെ വൻതോതിൽ വിന്യസിച്ചിരിക്കുകയാണ് BJP സർക്കാർ. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്നാൽ തൃണമൂൽ ഗുണ്ടകളിൽ നിന്ന് സാധാരണ ജനങ്ങളെ രക്ഷിക്കാൻ കൊണ്ടുവന്ന കേന്ദ്രസേന ഇപ്പോൾ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് തൃണമൂലുകാരെ രക്ഷിക്കേണ്ട ഗതികേടിലാണ്. ഭരണം മാറിയതോടെ നബന്നയിലെ സുപ്രധാന ഫയലുകൾ മാറ്റുകയോ നശിപ്പിക്കുകയോ അനധികൃതമായി പകർപ്പുകൾ എടുക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചീഫ് സെക്രട്ടറി ദുഷ്യന്ത് നരിയാല എല്ലാ വകുപ്പുകൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫയലുകൾ കൃത്യമായി സൂക്ഷിക്കണമെന്നാണ് ഉത്തരവ്. ഈ ഫയലുകൾ വഴിയാണല്ലോ ഇനി മമതയ്ക്ക് പൂട്ട് വീഴാൻ പോകുന്നത്. ഇതിനിടെ കൊൽക്കത്തയിലെ തൃണമൂൽ ഓഫീസുകൾക്ക് മുകളിൽ BJPയുടെ കാവി പതാക പാറുകയാണ്. തൃണമൂൽ ബാനറുകളും കൊടികളും ഒക്കെ വലിച്ചു കീറി ഗേറ്റിന്റെ വെളിയിലേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ഈ 2026 മെയ് 4 തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ടേങ്ക്രയിലുള്ള തൃണമൂൽ ഓഫീസ് ഒറ്റ രാത്രി കൊണ്ട് കാവി നിറം പൂശിയാണ് BJP പ്രവർത്തകർ തങ്ങളുടെ വരവറിയിച്ചത്, അല്ലെങ്കിൽ പ്രതിഷേധം അറിയിച്ചത് എന്നും പറയാം. പണ്ടൊക്കെ ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും BJPക്കാരുടെയും വീടുകളിൽ കയറി അക്രമം അഴിച്ചുവിടലും കൊലപാതകവും ബലാത്സംഗവും ഒക്കെ ആയിരുന്നു തൃണമൂൽ പ്രവർത്തകരുടെ പ്രധാന വിനോദം. അന്നൊന്നും അത് ചോദിക്കാൻ പോലും ആർക്കും ശേഷിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലെ മൃഗീയമായ കൊലപാതകവും മറ്റ് അതിക്രമങ്ങളും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാം BJP പ്രവർത്തകർ അവർക്ക് കൃത്യമായിട്ട് തിരിച്ചു നൽകുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തൃണമൂൽ ഭരണത്തിൽ അടിവാങ്ങി പദം വരികയും പരലോകം പോവുകയും ചെയ്ത പാവം കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് വേണ്ടി കൂടിയാണ് BJP ഈ കണക്കുകൾ തീർക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തിൽ മറ്റുള്ളവർക്ക് നൽകിയതൊക്കെ പലിശ സഹിതം മമതയ്ക്കും കൂട്ടർക്കും തിരികെ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. മമതയുടെ മെഡിസിന്റെ ടേസ്റ്റ് മമത തന്നെ അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. സ്വയം വെട്ടിയ കുഴിയിൽ വീണ അവസ്ഥയിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്. കാവിയണിഞ്ഞ പുതിയ ബംഗാൾ ഇപ്പോൾ പഴയ കണക്കുകൾ തീർക്കുന്ന തിരക്കിലാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ.